ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSC മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ഫാക്ട്സും നോക്കാം. ക്വസ്റ്റ്യൻ: ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP27 2022 നവംബറിൽ ഈജിപ്തിലാണ് നടന്നത്. 2. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. 3. 2022 മനുഷ്യാവകാശ ദിന മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും എന്നുള്ളതാണ്. 4. മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനത്തിൻ്റെ 75-ാം വാർഷികം ഐക്യരാഷ്ട്രസഭ ഡിസംബർ 10 ആഘോഷിച്ചു. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ വരുന്നത് 1, 2, 3. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. 1. UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP27 2022 നവംബറിൽ ഈജിപ്തിലാണ് നടന്നത്. 2. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. 3. 2022 മനുഷ്യാവകാശ ദിന മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും എന്നുള്ളതാണ്. ഇതുമായി റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിതമായത് 1945 ഒക്ടോബർ 24. ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിതമായത് 1945 ഒക്ടോബർ 24. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കും യൂറോപ്യൻ ആസ്ഥാനം ജനീവയുമാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കും യൂറോപ്യൻ ആസ്ഥാനം ജനീവയുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കായികേതര അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴിവെച്ച ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് വഴിവെച്ച ഉടമ്പടിയാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. 1941 ആഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ഉടമ്പടിയിൽ ഒപ്പുവെച്ച നേതാക്കളാണ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് US പ്രസിഡന്റ്, അതുപോലെ വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. 1941 ആഗസ്റ്റ് 14 അറ്റ്ലാന്റിക് ഉടമ്പടിയിൽ ഒപ്പുവെച്ച നേതാക്കൾ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് US പ്രസിഡന്റ്, അതുപോലെ വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. UN ദിനം ഒക്ടോബർ 24. UN ദിനം ഒക്ടോബർ 24. UN പതാകയുടെ നിറം ഇളം നീല. UN പതാകയുടെ നിറം ഇളം നീല. UN ആസ്ഥാന മന്ദിരം പണി കഴിപ്പിക്കാൻ ആവശ്യമായ ഭൂമി സൗജന്യമായി നൽകിയ അമേരിക്കൻ കോടീശ്വരനാണ് ജോൺ ഡി റോക്ക്ഫെല്ലർ. UN ആസ്ഥാന മന്ദിരം പണി കഴിപ്പിക്കാൻ ആവശ്യമായ ഭൂമി സൗജന്യമായി നൽകിയ അമേരിക്കൻ കോടീശ്വരൻ ജോൺ ഡി റോക്ക്ഫെല്ലർ. ഇന്ത്യ UN ഔദ്യോഗികമായി അംഗമായത് 1945 ഒക്ടോബർ 30. ഇന്ത്യ UN ഔദ്യോഗികമായി അംഗമായത് 1945 ഒക്ടോബർ 30. UN അംഗമായ 29ാമത്തെ രാജ്യമാണ് ഇന്ത്യ. UN അംഗമായ 29ാമത്തെ രാജ്യം ഇന്ത്യ. ഇന്ത്യയിൽ UN ഇൻഫർമേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിൽ. ഇന്ത്യയിൽ UN ഇൻഫർമേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിൽ. ലോക കാലാവസ്ഥാ സംഘടന സ്ഥാപിതമായത് 1950 മാർച്ച് 23. ലോക കാലാവസ്ഥാ സംഘടന സ്ഥാപിതമായത് 1950 മാർച്ച് 23. ലോക കാലാവസ്ഥയെയും മറ്റ് അന്തരീക്ഷ പ്രതിഭാസങ്ങളെയും കുറിച്ചുള്ള പഠനവും വിവര കൈമാറ്റവും നടത്തുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസിയാണ് ലോക കാലാവസ്ഥാ സംഘടന. ലോക കാലാവസ്ഥയെയും മറ്റ് അന്തരീക്ഷ പ്രതിഭാസങ്ങളെയും കുറിച്ചുള്ള പഠനവും വിവര കൈമാറ്റവും നടത്തുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസി ലോക കാലാവസ്ഥാ സംഘടന. അടുത്ത ക്വസ്റ്റ്യൻ: ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 1. ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. 2. ഭൂവൽക്കവും മാന്റിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത. 3. ഭൂവൽക്കവും പുറക്കാമ്പും ചേരുന്നതാണ് ലിത്തോസ്ഫിയർ. 4. മാന്റിലിൻ്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. മാന്റിലിൻ്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ആൻസർ എന്നത് 1, 4 ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്.
ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. അതുപോലെ മാന്റിലിൻ്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ഭൂമിയെ 4 വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിരിക്കുന്നു. ഭൂമിയെ 4 വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിരിക്കുന്നു. 1 ഭൂവൽക്കം, 2 മാന്റിൽ, 3 പുറക്കാമ്പ്, 4 അകക്കാമ്പ്. ഭൂവൽക്കം, മാന്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഒന്നാമത്തെ ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി ഭൂവൽക്കം. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭൂവൽക്കം. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭൂവൽക്കം. ശിലകളുടെയും ധാതുക്കളുടെയും കലവറ ഭൂവൽക്കമാണ്. ശിലകളുടെയും ധാതുക്കളുടെയും കലവറ ഭൂവൽക്കം. ഭൂവൽക്കത്തിൻ്റെ 2 ഭാഗങ്ങളാണ് വൻകര ഭൂവൽക്കവും അതുപോലെ സമുദ്ര ഭൂവൽക്കവും. ഭൂവൽക്കത്തിൻ്റെ 2 ഭാഗങ്ങളാണ് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. സിലിക്ക, അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കം സിയാൽ എന്നറിയപ്പെടുന്നു. സിലിക്ക, അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കം സിയാൽ എന്നറിയപ്പെടുന്നു. സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കം സിമ എന്നറിയപ്പെടുന്നു. സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കം സിമ എന്നറിയപ്പെടുന്നു. വൻകരയേക്കാൾ സാന്ദ്രത കൂടുതൽ കടൽത്തറയ്ക്കാണ്. വൻകരയേക്കാൾ സാന്ദ്രത കൂടുതൽ കടൽത്തറയ്ക്കാണ്. ഭൂവൽക്കത്തിൻ്റെ കനം വൻകരകളിൽ 30 കിലോമീറ്ററും സമുദ്രതടത്തിൽ 5 കിലോമീറ്ററുമാണ്. ഭൂവൽക്കത്തിൻ്റെ കനം വൻകരകളിൽ 30 കിലോമീറ്ററും സമുദ്രതടത്തിൽ 5 കിലോമീറ്ററുമാണ്. അടുത്തത് മാന്റിൽ. ഭൂവൽക്കത്തിൻ്റെ താഴെയുള്ള കനം കൂടിയ മണ്ഡലമാണ് മാന്റിൽ. ഭൂവൽക്കത്തിൻ്റെ താഴെയുള്ള കനം കൂടിയ മണ്ഡലം മാന്റിൽ. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം മാന്റിലാണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം മാന്റിൽ. മാന്റിലിൻ്റെ 2 ഭാഗങ്ങളാണ് ഉപരിമാന്റിൽ അതുപോലെ അധോമാന്റിൽ. മാന്റിലിൻ്റെ 2 ഭാഗങ്ങളാണ് ഉപരിമാന്റിൽ ആൻഡ് അധോമാന്റിൽ. സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഉപരിമാന്റിൽ ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഉപരിമാന്റിൽ ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂവൽക്കവും മാന്റിലിൻ്റെ മുകളിലത്തെ ഭാഗവും ചേർന്ന് വരുന്ന പ്രദേശം അറിയപ്പെടുന്നത് ലിത്തോസ്ഫിയർ. ഭൂവൽക്കവും മാന്റിലിൻ്റെ മുകളിലത്തെ ഭാഗവും ചേർന്ന് വരുന്ന പ്രദേശം ലിത്തോസ്ഫിയർ. സ്ഥലമണ്ഡലം, ശിലാമണ്ഡലം, പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ലിത്തോസ്ഫിയറാണ്. സ്ഥലമണ്ഡലം, ശിലാമണ്ഡലം, പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ലിത്തോസ്ഫിയർ. ഭൂവൽക്കവും മാന്റിലിൻ്റെ മുകളിലത്തെ ഭാഗവും ചേർന്ന് വരുന്ന പ്രദേശമാണ് ലിത്തോസ്ഫിയർ. അതിന് സ്ഥലമണ്ഡലം, ശിലാമണ്ഡലം, പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ലിത്തോസ്ഫിയറാണ്. കാമ്പ്. മാന്റിലിൻ്റെ താഴെയായി കാണപ്പെടുന്ന മണ്ഡലമാണ് കാമ്പ്. മാന്റിലിൻ്റെ താഴെയായി കാണപ്പെടുന്ന മണ്ഡലം കാമ്പ്. ഭൂമിയുടെ കേന്ദ്രഭാഗമായ കാമ്പിൻ്റെ 2 ഭാഗങ്ങളാണ് അകക്കാമ്പും പുറക്കാമ്പും. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ്. അതുപോലെ ഭൂമിയുടെ അകക്കാമ്പ് ഖരാവസ്ഥയിലും കാണപ്പെടുന്നു. അകക്കാമ്പിൻ്റെ മറ്റൊരു പേരാണ് NiF, NiFe, നിക്കൽ പ്ലസ് അയേൺ. അതിർവരമ്പുകൾ. ഉപരിമാന്റിലിനെയും അധോമാന്റിലിനെയും വേർതിരിക്കുന്നത് റെപ്പറ്റി വിച്ഛിന്നത. ഉപരിമാന്റിലിനെയും അധോമാന്റിലിനെയും വേർതിരിക്കുന്നത് റെപ്പറ്റി വിച്ഛിന്നത. ഭൂവൽക്കത്തിനെയും മാന്റിലിനെയും വേർതിരിക്കുന്നത് മൊഹോറോവിസിക് വിച്ഛിന്നത. ഭൂവൽക്കത്തിനെയും മാന്റിലിനെയും വേർതിരിക്കുന്നത് മൊഹോറോവിസിക് വിച്ഛിന്നത. അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും വേർതിരിക്കുന്നത് ലേമാൻ വിച്ഛിന്നത. അകക്കാമ്പിനെയും പുറക്കാമ്പിനെയും വേർതിരിക്കുന്നത് ലേമാൻ വിച്ഛിന്നത. അതുപോലെ മാന്റിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്നത് ഗുട്ടൻബർഗ് വിച്ഛിന്നത. മാന്റിലിനെയും കാമ്പിനെയും വേർതിരിക്കുന്നത് ഗുട്ടൻബർഗ് വിച്ഛിന്നത. സിയാലിനെയും സിമയെയും വേർതിരിക്കുന്നത് കോൺറാഡ് വിച്ഛിന്നത. സിയാലിനെയും സിമയെയും വേർതിരിക്കുന്നത് കോൺറാഡ് വിച്ഛിന്നത.